പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം വിജയകരമായ വിശ്വാസം. നമുക്കറിയാം, ഒന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും സർവശക്തനായ ദൈവം ആ വിഷയത്തിൽ ഒരിക്കലും പരാജയം നൽകുകയില്ല. ആ വിഷയത്തിൽ വിജയം തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ആ പരീക്ഷ മേഖലകളിൽ ജയിപ്പാനുള്ള ദൈവകൃപയും പരാജയപ്പെടത്തില്ല എന്ന് ആ പ്രതികൂല ഘട്ടങ്ങളിൽ നമ്മൾ നേരിട്ട് അതിനോട് എതിർക്കുമ്പോൾ അതിന്മേൽ നമുക്കൊരിക്കലും പരാജയമല്ല, അതിന്മേൽ വിജയകരമായ ഒരു അനുഭവം അത്രേ അതിൽ കാണുവാൻ കഴിയുന്നത്. ഒന്നും സാധ്യമല്ല, അതിലൊന്നും നടക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ വിശ്വാസം വിജയത്തിലേക്ക് കൊണ്ടുവരത്തില്ല. നമ്മുടെ അവിശ്വാസം അത് പരാജയത്തിലേക്ക് കൊണ്ടുപോകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം വലുതാണ്, ആ വലിയ വിശ്വാസം ജീവിതത്തിൽ വിജയത്തിലേക്ക് കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. ജീവിതത്തിൽ വലിയ വിശ്വാസം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ വലിയ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നത്തിൽ, നേരിടാൻ പോകുന്ന വിഷയത്തിൽ അവിടെ ഒരു ശൂന്യതയാണ്. മാനുഷ്യപരമായി ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വിജയം ലഭിക്കത്തക്കവണ്ണം ഒരു ചാൻസുമില്ല. പക്ഷെ ആ സ്ഥാനത്ത് നിന്റെ വലിയ വിശ്വാസം, അതായത് നിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആ വിശ്വാസം, ആ പ്രശ്നത്തിൽ ജയത്തോടെ, ആ വിശ്വാസം വിജയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരും. ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ മാനുഷ്യപരമായി നോക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു വിജയം കാണുവാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം വിജയം തരുമെന്ന് നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ, ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വിശ്വാസം വിജയത്തിലേക്ക് കൊണ്ടുവന്നതായ തിരുവചനത്തിൽ പഴയ നിയമ ഭാഗത്ത് അതുപോലൊരു വലിയ വിശ്വാസം, ദൈവമായിട്ടുള്ള വലിയ വിശ്വാസത്തിൽ പുറപ്പെട്ടതായ തൻ്റെ മുന്നിൽ വന്ന പ്രശ്നത്തിൽ, പരീക്ഷ ഘട്ടത്തിൽ തളർന്നു പോകാതെ, ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരാജയത്തിനല്ല, ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിജയകരമായ മേഖലകളിൽ ഞാൻ ജയിച്ചു വരാൻ പോവുകയാണെന്നുള്ള ഉറച്ച വിശ്വാസം ആ ദൈവഭക്തന്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ നിങ്ങളുടെ ഏതൊരു പരീക്ഷ ഘട്ടങ്ങളും അത് നിങ്ങളുടെ പരാജയമല്ല, അത് നിങ്ങളെ വിജയത്തിലേക്ക്, ജയകരമായ വലിയ വിജയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന അനുഭവങ്ങളായി തീരും. പഴയ നിയമ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. ഇവിടെ ഒരു വലിയ വിശ്വാസം,
വിശ്വാസത്തിൽ വിജയം കാണുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവെന്നാണ് അബ്രഹാമിനെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ ദൈവശബ്ദം തന്നോട് അറിയിച്ചപ്പോൾ മറ്റൊന്നും സംശയിക്കാതെ ആ ദൈവശബ്ദമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ഭക്തനാണ് അബ്രഹാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ശബ്ദമനുസരിച്ച് കൂടാരമടിച്ച് താൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം, അബ്രഹാമിനും സാറയ്ക്കും തലമുറയില്ല. പക്ഷെ ദൈവശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാമിനോട് ദൈവം അരുളപ്പാട് കൊടുത്തു. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, അബ്രഹാമേ, ഞാൻ നിനക്ക് കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും തലമുറ തരും. ആ ദൈവശബ്ദത്തിൽ അബ്രഹാം വിശ്വസിച്ചു. വാഗ്ദത്തം പൂർത്തീകരിക്കുന്നതുവരെയും ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ച അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഒരു ദിവസം തുറക്കപ്പെടുമ്പോൾ അബ്രഹാമിന് 100-ാമത്തെ വയസ്സായിരുന്നു. പക്ഷെ ആ 100-ാമത്തെ വയസ്സിലും ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറുമെന്ന് അബ്രഹാമിന്റെ വലിയ വിശ്വാസം അബ്രഹാമിനെ വിജയത്തിലേക്ക് കൊണ്ടുവന്നു. കണ്ടു, അബ്രഹാമിന്റെ വിശ്വാസം വിജയകരമായ വിശ്വാസം. താൻ വിശ്വസിച്ച് ദൈവശബ്ദം അനുസരിച്ച് പുറപ്പെടുന്ന കാര്യമെല്ലാം അത് വിജയകരമായി തീരുമെന്ന് അബ്രഹാം വിശ്വസിക്കുകയാണ്. അബ്രഹാമിന്റെ ആഴമായ വിശ്വാസം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിന്റെ മേഖലകളിൽ ഏതൊരു പരീക്ഷകളിലും നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ ഒരിക്കലും നമ്മുടെ ചിന്തയിലോ മനസ്സുകൊണ്ടോ നാം തന്നെ വില കൽപ്പിക്കാതെ, അതായത് അതിന് വില കൊടുക്കാതെ, നാം തന്നെ ആ വിഷയത്തിൽ വിജയം ലഭിക്കുമോ ഇല്ലയോ എന്ന് നാം തന്നെ സംശയിക്കാതെ വിശ്വാസത്തോടെ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ തിരുമുഖം നോക്കി ആ പരീക്ഷ ഘട്ടങ്ങളിൽ നീ നേരിടുവാൻ വിശ്വാസത്തോടെ നീ എന്നെ നേരിടുന്നുവെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ പരാജയമല്ല, അത് നിന്റെ ജീവിതത്തിൽ വിജയകരമായി തീരും. ആമേൻ. ഇന്നത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആരോടോ പ്രവചന ദൂത് കൈമാറുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പരീക്ഷ ഘട്ടങ്ങളും അത് പരാജയമല്ല കേട്ടോ, അത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിജയ കൊടിയായി തീരും. യഹോവ ഇരേ, യഹോവ നിസി, കരുതുന്ന യഹോവ, യഹോവ എൻ്റെ ജയകൊടി. നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ ആഴമായി ദൈവമായിട്ടുള്ള ആഴമായ വിശ്വാസം നിങ്ങളെ ജയകൊടിയിലേക്ക്, ജയത്തിലേക്ക്, വിജയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരും. ഇന്നത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആരോടോ പ്രവചിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷ ഘട്ടങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ, വലിയ വിശ്വാസത്തോടെ നിങ്ങൾ ആ സ്റ്റെപ്പുകൾ വെച്ച് ആ പരീക്ഷകളിൽ നേർക്കുനേരെ നിങ്ങൾ പോരാടി വിശ്വാസത്തോടെ നേർക്കുനേരെ നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയകരമായി തീരുകയാണ്. ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ പതറുന്നുണ്ടോ? മനുഷ്യപരമായി നിങ്ങൾ നോക്കുമ്പോൾ ശൂന്യമാണ്. പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്ക്. നിന്റെ വിശ്വാസം അത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതിലൊരു നിറവ് നിങ്ങൾക്ക് തരും. ഈ ദൈവശബ്ദം ഞാൻ കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആരോടോ പ്രവചിക്കുകയാണ്. നിങ്ങൾ ഈ നാളുകൾ അനുഭവിക്കുന്ന ചില പരീക്ഷ ഘട്ടങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയമല്ല കേട്ടോ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പരീക്ഷ ഒരിക്കലും അബ്രഹാമിന് അത് പരാജയപ്പെട്ടില്ല, അത് അബ്രഹാമിന് വിജയകരമായി തീർന്നു. കാരണം അബ്രഹാമിന് ഉറപ്പുണ്ട്,
വിളിച്ചിറക്കിയ ദൈവം വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവ ശബ്ദം എന്തുവാണ് എന്നോട് പറയുന്നത്, അതനുസരിച്ച പരീക്ഷയാണോ ഏതു മേഖലയാകട്ടെ, ദൈവശബ്ദത്തിന് വില കൊടുത്ത് വില കൽപ്പിച്ച് അതുപോലെ അനുസരിച്ചാൽ ഉറപ്പായിട്ടും ആ വിഷയം എനിക്ക് പരാജയപ്പെടുകയില്ല, ആ വിഷയം എനിക്ക് വിജയകരമായി തീരുമെന്ന് അബ്രഹാം ഉറയ്ക്കുകയാണ്, വിശ്വസിക്കുകയാണ്. അത് അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് വിജയകരമായി തീർന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ഒരു ദൂത് പറയുന്നു. നിങ്ങളുടെ വിശ്വാസത്തോടുള്ള ഓരോ സ്റ്റെപ്പുകൾ, നിങ്ങളുടെ വിശ്വാസത്തോടുള്ള ഓരോ ഗമനങ്ങൾ, നിങ്ങളുടെ വിശ്വാസത്തോടുള്ള ഓരോ വാക്കുകൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ, ഈ ആണ്ടുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിജയകൊടിയാകാൻ പോവുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അതൊരു വിജയകൊടിയായി തീർന്നു. തൻ്റെ വിശ്വാസം ആ വിഷയത്തിൽ തന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അങ്ങനെ അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തതായ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്. ആ കുഞ്ഞ് ലഭിക്കപ്പെട്ടു. വളരെ സന്തോഷമായി വീട്ടിനകത്ത് തലമുറയുടെ ശബ്ദം കേൾക്കുവാനോ, തലമുറയുടെ ഒച്ചയോ ശബ്ദമോ ചിരിയോ കളിയോ കരച്ചിലോ ഇല്ലാത്ത ഭവനത്തിൽ ഒരു തലമുറയുടെ സന്തോഷത്തിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. അബ്രഹാമും സാറയും വളരെ സന്തോഷമായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ സന്തോഷം, കഷ്ടമില്ല, ദുഃഖമില്ല, പ്രയാസമില്ല, വളരെ സന്തോഷത്തോടെ പോകുമ്പോൾ വിശ്വാസത്തിലൂടെ കടത്തിവിട്ട്, വിശ്വാസത്തിന്റെ പരീക്ഷ മേഖലകളിലൂടെ കടത്തിവിട്ട് ഒരു ഭക്തനെ വീണ്ടും വിജയത്തിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറ്റിവിടുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിൽ ഒരു ഭക്തനെ പരീക്ഷയുടെ മേഖലകളിലൂടെ കടത്തിവിടുമ്പോൾ അതിലൊരിക്കലും നമ്മൾ നിരാശപ്പെടരുത്. വിശ്വാസത്തോടെ ആ പരീക്ഷ ഘട്ടങ്ങൾ നേരെ നമ്മൾ അതിനോട് പോരാടി യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ നീ ആ പരീക്ഷകളിൽ ചാടിക്കിടക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ ജയകൊടിയായി മാറും. അതിൻ്റെ ജീവിതത്തിൽ വിജയകരമായി തീരും. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിന്റെ ഏകപുത്രനായ മകനെ മോരിയ എന്ന ദേശത്തിൽ ഒരു മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുക. ദൈവം കൊടുത്ത തലമുറയെ ദൈവം തന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ അബ്രഹാം അവിടെയും മനസ്സുകൊണ്ട് പതറിപ്പോകുന്നില്ല. കാരണം തന്നവനായ ഉടയവനായ ദൈവം ഒരിക്കലും ഈ വിഷയത്തിൽ ഒരു പരാജയം എനിക്ക് തരത്തില്ല, ഈ വിഷയത്തിൽ എനിക്കൊരു വിജയം തരുമെന്ന് തൻ്റെ ഹൃദയത്തിൽ ആഴമായ ഒരു ദൃഢനിശ്ചയം അബ്രഹാമിനുണ്ടായി. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ദൈവശബ്ദം അബ്രഹാം അതുപോലെ അനുസരിച്ച് താൻ ബാല്യക്കാരെയും കൂട്ടി തൻ്റെ ഏകപുത്രനായ ഇസ്ഹാക്കിനെയും കൊണ്ട് കത്തിയും വിറകുമായിട്ട് യാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ പിടിക്കാതെ തൻ്റെ മകന്റെ ചുമലിൽ വിറക് കഷ്ണം വെച്ച് കെട്ടിക്കൊടുത്ത് അവർ മോരിയ എന്ന ദേശത്ത് പോവുകയാണ്. ആ ദേശത്തിൽ 3-ാമത്തെ ദിവസമാണ് യാത്ര ചെയ്ത് എത്തുന്നത്. ആ മോരിയ എന്ന ദേശത്തിൽ ഒരു മലയുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് മലയുടെ ഏറ്റവും താഴെ തൻ്റെ ബാല്യക്കാരെ നിർത്തിയിട്ട് അബ്രഹാം തൻ്റെ ബാല്യക്കാരോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞാനും എൻ്റെ മകനുമായിട്ട് ആ മലയിൽ ചെന്ന് ആരാധന കഴിച്ച് ഞങ്ങൾ ഇരുവരും മടങ്ങി വരും. ആമേൻ. അതാണ് വിശ്വാസം, അതാണ് പ്രത്യാശ. ആ വിശ്വാസമാണ് ഒരു ഭക്തനെ വിജയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പരീക്ഷ മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മൾ അതിലേക്ക് പരിശീലിക്കുമ്പോൾ നമ്മൾ അവിടെ പതറിപ്പോവുകയാണ്, പിറുപിറുക്കുകയാണ്, നിരാശപ്പെടുകയാണ്. ദൈവമേ, എന്തുവാണ്
എന്താണ് ഈ പരീക്ഷ? പ്രിയപ്പെട്ടവരെ, ഇവിടെ അബ്രഹാം തിരിച്ചൊരു മറുപടിയും കർത്താവിനോട് തന്നെ ഉണ്ടാക്കിയ തലമുറ നൽകിയ തന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തോട് അബ്രഹാം തിരിച്ചൊന്നും ചോദിക്കുന്നില്ല. താൻ വിശ്വാസത്തോടെ ദൈവശബ്ദം ഉറപ്പിച്ചുകൊണ്ട് ദൈവം അറിയിച്ച ആലോചന അതുപോലെ ചെയ്യുവാൻ താൻ ഇതാ പുറപ്പെടുകയാണ്. തൻ്റെ തലമുറയുമായിട്ട് മോരിയ എന്ന ദേശത്തിൽ ഒരു മല കയറുമ്പോൾ തൻ്റെ മകൻ ചോദിച്ചു, അപ്പാ, യാഗത്തിനുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, എന്നാൽ യാഗമൃഗം എവിടെ? അപ്പോൾ അപ്പൻ ഒരു മകനോട് പറയുന്ന മറുപടിയാണ് നാം വായിക്കുന്ന 22:8. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് ആ മലയിലേക്ക് കയറിപ്പോയി. മകൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പിതാവെന്ന നിലയിൽ, ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന നിലയിൽ ആ പിതാവ് മകനോട് പറയുന്ന വാക്ക്, യഹോവയായ ദൈവം അതെ ആ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. പറയും, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മകനെ ഹോമയാഗം കഴിക്കുവാൻ ഒരാട്ടിൻകുട്ടിയെ ആ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ ദൈവം അത് നോക്കിക്കൊള്ളും, ദൈവം അത് ചെയ്യും. അതാണ് വിശ്വാസം. അതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ ഒരു പരീക്ഷ ഘട്ടത്തിൽ തനിക്ക് വലിയ വിജയം കിട്ടി. എന്നെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുവാൻ, അടുത്തൊരു വിജയത്തിലേക്ക് കയറുവാൻ, അടുത്തൊരു ശുശ്രൂഷ തലത്തിലേക്ക് കയറുവാൻ, അടുത്തൊരു ലെവലിലേക്ക് കയറുവാൻ, അടുത്തൊരു നന്മയിലേക്ക് കയറുവാൻ നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷയും ഉണ്ടാകത്തില്ല. പക്ഷെ പരീക്ഷയുടെ ശോധനയുടെ മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിലൂടെ എന്നെയും നിന്നെ കടത്തിവിടുമ്പോൾ എന്തുവാണ് എനിക്ക് ഈ പരീക്ഷ എന്ന് നീ അങ്ങോട്ട് ചോദിക്കാതെ നീ വിശ്വാസത്തോടെ ആ പരീക്ഷകൾ ചാടിക്കടക്കുമ്പോൾ നിനക്കത് വിജയത്തിന്റെ കൊടിയായി തീരും. അബ്രഹാമും ഇസഹാക്കും മോരിയ എന്ന ദേശത്തിന്റെ മലയുടെ ഏറ്റവും മുകളിലെത്തി അവർ യാഗപീഠം പണിതു. യാഗപീഠം കാണിക്കുന്നത് ആരാധനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും പ്രാർത്ഥനയുടെ യാഗപീഠം, ആരാധനയുടെ യാഗപീഠം ഇടിഞ്ഞുപോയെങ്കിൽ, വിശ്വാസത്തോടെ ഇടിഞ്ഞുപോയ പ്രാർത്ഥനയുടെയും ആരാധനയുടെ യാഗപീഠം ഒന്നാമത് പണിയുക. അത് ചിട്ടയായി പണിതുറപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തു വയ്ക്കാനുള്ള യാഗത്തെ, പ്രാർത്ഥന എന്ന ധൂപപീഠത്തിൽ നിന്ന് ഉയരുന്ന ആ യാഗത്തെ നീ സമർപ്പിക്കുക. ആ സമർപ്പണം, പ്രാർത്ഥനയുടെ ധൂപപീഠത്തിൽ നിന്ന് ഉയരുന്ന ധൂപം, അത് സ്വർഗത്തിന്റെ തലങ്ങളെ തുറക്കും. ഇവിടെ ഇത് അടുക്കും ചിട്ടയുമായി യാഗപീഠം പണിതു. അതിനുശേഷം അബ്രഹാം വിറകുകൾ അടുക്കി, കല്ലുകൾ അടുക്കി. അതിനുശേഷം തൻ്റെ ഏകപുത്രന്റെ കൈകൾ കെട്ടി കാൽ കെട്ടി ഒരു യാഗം കഴിക്കാൻ യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് ഓങ്ങുമ്പോൾ പിതാവായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ അവനെ തുടരുത്. അതേ പ്രിയമക്കളെ, ജീവിതത്തിൽ നീ വിശ്വാസത്തിന്റെ സ്റ്റെപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ നിന്നെ അടുത്തൊരു നിലവാരത്തിലേക്ക്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, അടുത്തൊരു നന്മയിലേക്ക്, അടുത്തൊരു ശുശ്രൂഷയുടെ ഘട്ടത്തിലേക്ക് കടത്തിവിടുവാൻ പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് ചില ശോധനയിലൂടെ നിന്നെ കടത്തിവിടുമ്പോൾ നീ അതിൽ നിരാശപ്പെടാതെ, നീ അതിൽ ഭാരപ്പെടാതെ, ആ വിഷയത്തിൽ നീ ക്വസ്റ്റ്യൻ ചോദിക്കാതെ, പ്രാർത്ഥനയുടെ യാഗപീഠം പണിത്, ആരാധനയുടെ യാഗപീഠം പണിത്, നീ എന്ന യാഗവസ്തുവിനെ ആ യാഗപീഠത്തിൽ സമർപ്പിച്ച്, ആരാധനയുടെ യാഗപീഠത്തിൽ നമ്മളെന്ന വ്യക്തിയെ ആ യാഗപീഠത്തിൽ സമർപ്പിച്ച്, ദൈവമേ, അടിയനിതാ നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. ഈ യാഗപീഠത്തിൽ ഞാൻ എന്നെ തന്നെ നിന്റെ കരത്തിൽ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ യാഗപീഠത്തിൽ, ആരാധനയുടെയും പ്രാർത്ഥനയുടെയും യാഗപീഠത്തിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, താഴ്ത്തി കൊടുക്കുമ്പോൾ
സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടും. നിന്നെ തകർക്കുവാൻ, നിന്നെ ഉടയ്ക്കുവാൻ, നശിപ്പിച്ച് കളയുമെന്ന് പറയുന്ന, വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലം സ്വർഗത്തിലെ ദൈവത്തിന്റെ വലങ്കരം നീട്ടി ആ ദുഷ്ടാത്മസേനയുടെ പതിയിരിപ്പുകളെ സ്വർഗത്തിലെ ദൈവം പൊളിച്ചു കളഞ്ഞ് നിന്നെ ആ പരീക്ഷ മേഖലയിൽ നിന്നും ജയിച്ചവനായി പുറത്തു കൊണ്ടുവരും. നിന്റെ വിശ്വാസം നിന്റെ വിജയത്തിലേക്ക് കൊണ്ടുവരും. ആ സമയത്ത് പെട്ടെന്ന് സ്വർഗത്തുനിന്ന് ഒരു ദൈവശബ്ദം ആകാശത്തുനിന്ന് വീണ്ടും അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, തൊടരുത്. ആ കുറുങ്കാട്ടിൽ കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് നീ എനിക്ക് യാഗം കഴിക്കുക. നിന്റെ ഏക മകനെ തരാൻ പോലും നീ മടിക്കുന്നില്ല. അതിനർത്ഥം നീ സകലത്തെക്കാളും, നിന്റെ ഏക പുത്രനേക്കാളും നീ സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. എനിക്ക് പൂർണ്ണമായി നിന്റെ പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ നീ അത് തെളിയിച്ചിരിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മണ്ഡലത്തിൽ ആരോട് പരിശുദ്ധാത്മ പറയുന്നു? പല പരീക്ഷ മേഖലയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാതെ ദൈവസന്നിധി സമർപ്പിക്കുക. എന്തുവാണെന്ന് ചോദിക്കാതെ, ദൈവമേ, ഈ പ്രതികൂല മേഖലയിലൂടെ ജയിച്ചു പുറത്തു വരാനുള്ള ദൈവകൃപയും അങ്ങനെയുള്ള ആഴമായ വിശ്വാസവും ദൈവാത്മാവിന്റെ ശക്തിയും എനിക്ക് നൽകണമേ എന്ന് ദൈവസന്നിധി സമർപ്പിക്കുന്ന നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ജയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. വിശ്വസിക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ വിശ്വാസം വിജയകരമായി തീരുകയാണ്. വളരെ വിജയിച്ചവനായ അബ്രഹാം പറഞ്ഞതുപോലെ ബാല്യക്കാരോട് വിശ്വാസ വാക്ക് പറഞ്ഞിട്ട് പോകുന്നു, ഞങ്ങൾ ഇരുവരും ചെന്ന് ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഇരുവരും മടങ്ങി വരും. എന്നെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, പ്രതികൂലങ്ങൾ വരുമ്പോൾ നിരാശയുടെ വാക്കല്ല, പ്രത്യാശയുടെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ നീ പ്രഖ്യാപിക്ക്. ആ വിഷയത്തിൽ നിനക്ക് പരാജയമല്ല, ആ വിഷയത്തിൽ നിനക്ക് വിജയം ലഭിക്കും. ഒരിക്കൽ ഒരു സഹോദരിയുടെ ഭവനത്തിന്മേലുള്ള ബാധ്യത തീർക്കുവാനുള്ള സാമ്പത്തികം നഷ്ടപ്പെട്ടു. ആ സാമ്പത്തികം നഷ്ടപ്പെട്ടപ്പോൾ ആ സഹോദരി നിരാശപ്പെട്ടില്ല, വേദനപ്പെട്ടില്ല, കരഞ്ഞില്ല. ആ സഹോദരി ഇങ്ങനെയാണ് ടെസ്റ്റിമണി പറഞ്ഞത്, ഞാൻ ഭാരപ്പെട്ടില്ല, നിരാശപ്പെട്ടില്ല, കരഞ്ഞില്ല, പിറുപിറുത്തില്ല. ഞാൻ ഇങ്ങനെ വിശ്വാസത്തിന്റെ വാക്കു പറഞ്ഞു, ആ സമ്പത്ത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, അതെനിക്ക് മടക്കി കിട്ടും. വീണ്ടും താൻ ഉള്ളുകൊണ്ട് പറഞ്ഞു, വാഗുകൊണ്ട് പറഞ്ഞു, ആ സമ്പത്ത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അതെനിക്ക് മടക്കി കിട്ടും. കാരണം എനിക്ക് വേറെ സ്വരൂപമൊന്നുമില്ല. ആ സ്വരൂപിച്ചു വെച്ചത് എൻ്റെ ബാധ്യത തീർക്കുവാനാണ്. അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് എനിക്ക് തിരിച്ചു തരും. ആ പരിശുദ്ധാത്മാവ് എനിക്ക് ആ സമ്പത്തിനെ മടക്കി തരും. അതെനിക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ആ മകളുടെ വിശ്വാസം ആ മകളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ മകൾ പറഞ്ഞ ടെസ്റ്റിമണി ഇങ്ങനെയാണ്, വൈകിട്ടാകുന്നതിന് മുന്നമേ എത്ര രൂപയാണോ നഷ്ടപ്പെട്ടു പോയത്, അത്രയും രൂപ അതുപോലെ ഒന്നുപോലെ നഷ്ടപ്പെടാതെ അതെനിക്ക് മടക്കി കിട്ടി. ആമേൻ. അതാണ് വിശ്വാസം, നിന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു വിഷയം വരുമ്പോൾ നിരാശപ്പെട്ട് പരാജയത്തിന്റെയും പിറുപിറുപ്പിന്റെയും വാക്കുകൾ നീ പറയാതെ, നമ്മെ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കരുതുന്ന ആ ദൈവത്തെ നീ വിശ്വസിച്ച് നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്ക്. നിന്നിൽ ശൂന്യമായിരിക്കുന്നത് മടങ്ങി വരും. നിന്നിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന മടങ്ങി വരും. നിന്റെ വിശ്വാസം നിന്നെ വിജയത്തിലേക്ക് കൊണ്ടുവരും. യഹോവ ജയകൊടി നിന്നെ ജയത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു ജയത്തിലേക്ക് നിന്റെ വിശ്വാസം, ജീവിതം വിജയകരമായി തീരണമെങ്കിൽ നീ ദൈവസന്നിധി സമർപ്പിച്ച് നീ പ്രത്യാശയുടെ വാക്കുകൾ പ്രഖ്യാപിക്കുകയും ആ പരീക്ഷ ഘട്ടങ്ങൾ നേർക്കുനേരെ അടിക്കുമ്പോഴും നീ വിജയത്തിന്റെ വാക്ക് പറയുന്നുവെങ്കിൽ, ആ വിശ്വാസത്തിന്റെ വാക്ക് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരും.
നിങ്ങൾ ഏതെങ്കിലും മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ടോ? പരിശുദ്ധാത്മ പറയുന്നു, ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഈ ശോധന നിങ്ങൾക്ക് വിജയകരമാണ്. നിങ്ങളുടെ വിശ്വാസം അത് വിജയകരമാക്കി തീർക്കും. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് നിങ്ങളുടെ വിഷയങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്രകാരം ദൈവശബ്ദം കേൾക്കുന്നവർ എന്നോടുകൂടെ പ്രാർത്ഥിക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസം അത് വിജയകരമായി തീരും. നിങ്ങൾ ആഴമായി ദൈവത്തിലൂടെ അടിയുറച്ച വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിലേക്കും ജയത്തിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരും. ദൈവത്തെ സമർപ്പിക്ക്, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേൾക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഇവരുടെ വിശ്വാസ ജീവിതം അത് വിജയകരമായി തീരട്ടെ. എല്ലാ പരാജയങ്ങളും മാറി ഇവർ ഓരോ പരീക്ഷ ഘട്ടങ്ങൾ ഇവർക്ക് ജയമായി തീരട്ടെ, വിജയകരമായി തീരട്ടെ. ജയത്തോടെ അവർ പുറത്തു വരട്ടെ. വിശ്വാസ ജീവിതം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.